നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വരന്തരപ്പള്ളി മണ്ണെടുപ്പിൽ ഹൈക്കോടതി വിലക്ക് തുടരും. പെർമിറ്റില്ലെങ്കിൽ മണ്ണെടുപ്പിന് അനുമതിയില്ലെന്ന് ഹൈക്കോടതി. NCTV ഇമ്പാക്ട്. പാലപ്പിള്ളി ചിമ്മിനി റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള അപകടകരമായ പൊന്തക്കാടുകൾ വെട്ടിനീക്കി തുടങ്ങി. മുപ്ലിയത്ത് റോഡിൽ അപകട ഭീഷണിയായി വലിയ ഗർത്തം. നടപടി വേണമെന്ന് യാത്രക്കാർ. കൊടകരയിൽ കാറിൽ 141 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ 2 പ്രതികൾക്ക് 15 വർഷം കഠിന തടവ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സംഗമവും S. ജാനകിയമ്മ അനുസ്മരണവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മണ്ണെടുപ്പിന് ഹൈക്കോടതി വിലക്ക് തുടരും. നിയമപരമായ പുതിയ ക്വാറിയിങ് പെർമിറ്റുകൾ ഇല്ലാതെ മണ്ണെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിയമപരമായ പുതിയ ക്വാറിയിങ് പെർമിറ്റുകൾ ഇല്ലാതെ മണ്ണെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി സമർപ്പിച്ച റിറ്റ് ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക ഉത്തരവ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മണ്ണെടുക്കുന്നതിനായി ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന് അനുവാദം നൽകിയിരുന്നു. എന്നാൽ പഞ്ചായത്തിലെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയും ജൈവ വൈവിധ്യവും തകിടം മറിക്കുന്ന രീതിയിൽ വൻതോതിൽ മണ്ണ് കടത്തുന്നുവെന്ന് ആരോപിച്ച് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി കൺവീനർ TN മുകുന്ദൻ കോടതിയെ സമീപിച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്നതിനായി കമ്പനിക്ക് മുൻപ് അനുമതി ലഭിച്ചിരുന്ന പെർമിറ്റുകളുടെ കാലാവധി അവസാനിച്ചതോടെ ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ സാങ്കേതികമായി അപ്രസക്തമായ സാഹചര്യത്തിൽ കോടതി കേസ് നടപടികൾ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ജൂലൈ 10 കേസിൽ അന്തിമവാദം കേട്ട ജസ്റ്റിസ് C. ജയചന്ദ്രൻ മുൻപ് അനുവദിച്ച പെർമിറ്റുകളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഹർജി ഔദ്യോഗികമായി അവസാനിപ്പിച്ചെങ്കിലും മണ്ണെടുപ്പിനെതിരെയുള്ള വിലക്ക് തുടരുമെന്ന് വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞു. നിയമപ്രകാരമുള്ള പുതിയ ക്വാറിയിങ് പെർമിറ്റ് ഹാജരാക്കാത്ത പക്ഷം കൺസ്ട്രക്ഷൻ കമ്പനി മണ്ണെടുക്കുന്നതിനെതിരെയുള്ള വിലക്ക് തുടർന്നും പ്രാബല്യത്തിലുണ്ടായിരിക്കുമെന്നാണ് കോടതി ഉത്തരവിട്ടത്. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ NH റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 സ്ഥലങ്ങളിലായിട്ട് വലിയ കുന്നുകളിടിച്ച് മണ്ണ് എടുത്തു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്നും പരാതി ലഭ്യമായിരുന്നു. ജൈവ വൈവിധ്യ പരിപാലന കമ്മിറ്റിക്ക് മുൻപാകെ കിട്ടിയ അപേക്ഷ ഞങ്ങൾ സ്ഥലസന്ദർശനം നടത്തി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കാമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയലാക്കി. ഹൈക്കോടതി അത് ഫയലിൽ സ്വീകരിക്കുകയും കേസിൽ മെറിറ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി 2 ദിവസത്തിനുള്ളിൽ ആ മണ്ണെടുക്കൽ പരിപൂർണമായി നിർത്തി വെക്കാൻ വേണ്ടി സ്റ്റേ അനുവദിച്ചു തന്നു. പിന്നീട് ആ കേസ് തുടർന്ന് 1 വർഷക്കാലം നടക്കുകയായിരുന്നു. വിവിധ ഘട്ടങ്ങളിലൂടെ കേസ് കടന്നു പോവുകയും നമ്മുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവലോകനം കോടതി നടത്തി അതിൽ വസ്തുതകളുണ്ടെന്ന് കണ്ടെത്തി വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഇനി ഒരു സ്ഥലത്തു നിന്നും പെർമിറ്റുകളും ഉത്തരവുകളും ഇല്ലാതെ ബന്ധപ്പെട്ട അധികാരികളുടെ പരിശോധനകളില്ലാതെ മണ്ണെടുക്കാൻ പാടില്ല എന്ന് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോടതിയുടെ ആ ഉത്തരവ് എല്ലാ പഞ്ചായത്തുകളിലും ബാധകമായി കൊണ്ട് ഒരു പുതിയ ഉത്തരവും കൂടി വാങ്ങിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. വ്യവസായ വകുപ്പ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് സൂപ്രണ്ട്, ജില്ലാ ജിയോളജിസ്റ്റ്, ജോയിന്റ് RTO എന്നിവരെയും കേസിൽ എതിർകക്ഷികളാക്കിയിരുന്നു. തുടർന്ന് ദേശീയപാത അതോറിറ്റിയെയും കേസിൽ കക്ഷി ചേർത്തു. അമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി തൃക്കൂർ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് അനധികൃതമായി മണ്ണ് കടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. ഇനി പുതുക്കാട് മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതോടെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വരന്തരപ്പള്ളി പഞ്ചായത്തിന് നിർണായകമാകുന്നത്.
ദേശീയപാത വികസനത്തിന്റെ മറവിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് മണ്ണെടുത്തിരുന്ന നടപടി കഴിഞ്ഞ ഒരു വർഷം മുൻപ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിർണായക ഉത്തരവ് വന്നിരിക്കുകയാണ്. നേരത്തെ സ്റ്റേ ചെയ്ത നടപടി തുടരും എന്ന് തന്നെയാണ് ഹൈക്കോടതി പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. പുതിയ ക്വാറിയിങ് പെർമിറ്റുകൾ ഇല്ലാതെ ഈ സ്ഥലങ്ങളിൽ നിന്ന് മണ്ണെടുക്കാൻ അനുവദിക്കില്ലെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് അത് വരന്തരപ്പള്ളി ജൈവ വൈവിധ്യ പരിപാലന സമിതി നടത്തിയ പോരാട്ടങ്ങളുടെ വിജയമായി മാറുകയാണ്. പ്രത്യേകിച്ചും പുതുക്കാടടക്കം മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാനിരിക്കെ ഇനിയും വിവിധ ഇടങ്ങളിൽ നിന്ന് മണ്ണെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് നിർണായകമാകുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. NCTV ഇമ്പാക്റ്റ്. കാട്ടാന ശല്യം രൂക്ഷമായ പാലപ്പള്ളി ചിമ്മിനി റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള അപകടകരമായ പൊന്തക്കാടുകൾ വെട്ടി നീക്കി തുടങ്ങി. റോഡരികിലെ കാട് യാത്രക്കാരിൽ വലിയ തോതിൽ ഭീഷണി പരത്തിയിരുന്നതിനെ തുടർന്ന് NCTV നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ദിനംപ്രതി നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ചിമ്മിനി ഡാമിലേക്കുള്ള പാതയിൽ റബ്ബർ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വളർന്ന റോഡിലേക്ക് പടർന്ന നിലയിലായിരുന്നു. ഇതിനിടയിൽ വന്യജീവികൾ ഒളിച്ചിരുന്നാൽ കാണാൻ കഴിയാത്ത വിധമായിരുന്നു സാഹചര്യം. ജനവാസ മേഖലയിലേക്ക് വരെ കാട്ടാനകൾ എത്തുന്ന ഈ പ്രദേശത്ത് പുല്ല് വളർന്നു മൂടിയ റോഡരിക് ഇരുചക്ര വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ വലിയ ഭീഷണിയായിരുന്നു. ചിമ്മിനി ഡാമിലെത്തുന്ന സഞ്ചാരികൾ ഈ പൊന്തക്കാടുകൾക്ക് സമീപം നിന്ന് ഫോട്ടോകളും സെൽഫികളും എടുക്കുന്നതും പതിവായിരുന്നു. തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിനീക്കാൻ അധികൃതർ ഉടമകളോട് ആവശ്യപ്പെട്ടെങ്കിലും റോഡിലേക്ക് പടർന്ന ഭാഗം വെട്ടിത്തെളിക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണെന്ന നിലപാടിലായിരുന്നു തോട്ടമുടമകൾ. പലയിടത്തും നടപ്പാതകൾ ഇല്ലാത്തതും ഉള്ളിടത്ത് തന്നെ കാട് മൂടിക്കിടക്കുന്നതും ജനങ്ങളെ റോഡിലൂടെ നടക്കാൻ നിർബന്ധിതരാക്കിയിരുന്നു. കൂടാതെ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളുടെ അതിവേഗവും യാത്രക്കാരുടെ ജീവന് ഭീഷണിയായിരുന്നു. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി റോഡരികിലെ കാടുകൾ വെട്ടിത്തളിച്ചതോടെ ഈ പാതയിലൂടെയുള്ള യാത്ര ഇനി കുറച്ചുകൂടി സുരക്ഷിതമാകും. മുപ്ലിയം വില്ലേജ് ഓഫീസിനു സമീപം പൊതുമരാമത്ത് റോഡിൽ രൂപം കൊണ്ട വലിയ ഗർത്തം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണിയാകുന്നതായി പരാതി. മുപ്ലിയം ഇഞ്ചക്കുണ്ട് കോടാലി റോഡിലെ ഈ ഭാഗത്തിലൂടെ ദിനംപ്രതി നിരവധി വാഹനങ്ങളാണ് സർവീസ് നടത്തുന്നത്. രാത്രികാലത്ത് ഈ റോഡിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമാണെന്നും ഗർത്തം വ്യക്തമായി കാണാൻ കഴിയാത്തതിനാൽ അപകട സാധ്യത കൂടുതലാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഗർത്തം മൂലം അപകട സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് ആവശ്യപ്പെട്ടു. കുറ്റിപ്പുറം ബസ് അപകടം. വാഹനം സഞ്ചരിച്ചത് മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിലെന്ന് കണ്ടെത്തൽ. CCTV ദൃശ്യങ്ങൾ പുറത്ത്. കുറ്റിപ്പുറത്ത് അപകടമുണ്ടാക്കിയ ബസ് സഞ്ചരിച്ചത് അമിത വേഗതയിലാണെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ വേഗതയിലാണ് ബസ് സഞ്ചരിച്ചതെന്ന് സ്ഥിരീകരിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അപകടത്തിന് നിമിഷങ്ങൾക്ക് മുൻപ് ബസ് ട്രാക്ക് മാറി ചീറിപ്പായുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. ദേശീയപാതയിൽ ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ 80 കിലോമീറ്ററും വളവുകളിൽ 50 കിലോമീറ്ററുമാണ്. ഇടത് ട്രാക്കിൽ കൂടി മാത്രമേ ബസ്സുകൾ സഞ്ചരിക്കാനും പാടുള്ളൂ. എന്നാൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി കഴിഞ്ഞ് അപകടം നടന്ന സ്ഥലം വരെയുള്ള ഭാഗത്ത് ബസ് മണിക്കൂറിൽ 113 മുതൽ 120 കിലോമീറ്റർ വേഗതയിലാണ് ഓടിയതെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു. അപകടത്തിന് 1 കിലോമീറ്റർ മുൻപ് മുതലാണ് ബസിന്റെ വേഗത ക്രമാതീതമായി വർദ്ധിച്ചത്. ദേശീയപാത അതോറിറ്റി സ്ഥാപിച്ച ക്യാമറകളിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ട്രാക്ക് തെറ്റിച്ച് ഫാസ്റ്റ് ട്രാക്കിലൂടെയുള്ള അതിവേഗ യാത്രയാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. അപകടത്തിൽ കോഴിക്കോട് പെരുവയൽ സ്വദേശിയായ 31-കാരൻ വൈഷ്ണവ് മരണപ്പെട്ടിരുന്നു. സഹോദരനൊപ്പം യാത്ര ചെയ്യവെയായിരുന്നു ദാരുണ സംഭവം. സംഭവത്തിൽ ബസ് ഡ്രൈവറായ ചെങ്ങരംകുളം സ്വദേശി ഷബീറിനെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. കൊടകരയിൽ കാറിൽ കടത്തുകയായിരുന്നു 141 കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ 2 പ്രതികൾക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. ആലുവ കീഴുമാട് വടക്കേളാൻ വീട്ടിൽ ടോംജീത്ത്, ആലുവ ചൂണ്ടി കുറ്റിയേടത്ത വീട്ടിൽ വിൻസെന്റ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. തൃശൂർ 3-ാം നമ്പർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലെ ജില്ലാ ജഡ്ജ് GP ജയകൃഷ്ണനാണ് ശിക്ഷ വിധിച്ചത്.
2021 ഓഗസ്റ്റ് 21 NH 544 റോഡിൽ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപത്ത് വെച്ചാണ് സംഭവം നടന്നത്. കൊടകര ഭാഗത്തു നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ച കൊടകര പോലീസ് സംഘം പ്രതികളിൽ നിന്ന് 141 കിലോഗ്രാം കഞ്ചാവ് പിടികൂടുകയായിരുന്നു. കൊടകര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ SI ഡേസനും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. നിലവിൽ വിജിലൻസിൽ പ്രവർത്തിക്കുന്ന അന്നത്തെ കൊടകര SHO ജയേഷ് ബാലന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 15 സാക്ഷികളെ വിസ്തരിക്കുകയും 50ഓളം രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഗിരീഷ് മോഹൻ ഹാജരായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെയും ബ്ലോക്ക് പെൻഷനേഴ്സ് ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സംഗമവും S. ജാനകി അനുസ്മരണവും നടത്തി. സംഗീതജ്ഞനും സംഗീത അധ്യാപകനുമായ KJ ബേബി മാസ്റ്റർ ഉദ്ഘാടനവും ജാനകിയമ്മ അനുസ്മരണ പ്രഭാഷണവും നടത്തി. പ്രസിഡന്റ് T. ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. KJ ബേബി മാസ്റ്ററെയും KSSPU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിൽ കവിതാ രചനയ്ക്ക് 1ാം സമ്മാനം നേടിയ KM ഗീതാലക്ഷ്മി, ചെറുകഥാ രചനയിൽ 1ാം സമ്മാനം നേടിയ സുഭാഷ് മൂന്നുമുറി, മുതിർന്ന ഗായിക KK വള്ളിയമ്മ എന്നിവരെ ആദരിച്ചു. ജില്ലാ സാംസ്കാരിക കൺവീനർ KM ശിവരാമൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് P. തങ്കം, ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, റൈസൽ പോൾ, CP ത്രേസ്യ, TA വേലായുധൻ, K. സദാനന്ദൻ, MK ശാന്തകുമാരി, PV ശാർഗൻ, VM ഹംസ, CU രമണി, ഫ്രാങ്കോ G. മഞ്ഞളി എന്നിവർ പ്രസംഗിച്ചു. ജാനകി അമ്മയുടെ ഗാനങ്ങൾ ആലപിച്ചുള്ള ഗാനാർച്ചനയും നടത്തി. ഗായകർക്കെല്ലാം KJ ബേബി മാസ്റ്റർ സമ്മാനദാനം നടത്തി. പരിപാടിയാണ് ഇന്നിവിടെ നടത്താൻ പോകുന്നത്. 5 പതിറ്റാണ്ടുകളായി 17 ഭാഷകളിലൂടെ 48,000 ഗാനങ്ങളാണ് അവർ ആലപിച്ചിട്ടുള്ളത്. 17 ഭാഷകൾ നിങ്ങൾ ആലോചിക്കുന്നതാണ്. 17 ഭാഷ പറയാമെന്ന് നമുക്ക് എടുത്തു കാര്യം. പിന്നെ അവരെ എളിമയും വിനയിക്കും. ഇത്രയും ഈ ഉദയം ഒരു കൊച്ചുകുട്ടിയെ പോലുള്ളൊരു മനോഭാവമാണ്. അത്രമാത്രമുള്ള ഭൂമിയോളം താഴാനുള്ളൊരു ക്ഷമ. അത് ഞങ്ങൾക്ക് അതിനിടത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കൊടകര സരസ്വതി വിദ്യാനികേതൻ വിദ്യാലയത്തിൽ ഗുരുപൂർണിമ ദിനാചരണം സംഘടിപ്പിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടറും വിദ്യാലയ സമിതി പ്രസിഡന്റുമായ M. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ BVM ഹൈസ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപകൻ അച്യുതൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയായി. അദ്ദേഹം ഗുരുപൂർണിമ സന്ദേശം നൽകി. ചടങ്ങിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനവും നടന്നു. റിയാലിറ്റി ഷോകളിലും മിമിക്രി രംഗത്തും സജീവമായ ജോബി കൊടകര മുഖ്യാതിഥിയായി. പ്രിൻസിപ്പാൾ റോഷൻ P. നായർ, വൈസ് പ്രിൻസിപ്പാൾ P. ഗീത, മാതൃസമിതി പ്രസിഡന്റ് സരിത മഹേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് ഗുജറാത്ത് തീരത്തേക്ക് നീങ്ങുന്നതിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഓഗസ്റ്റ് 4 വരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വ്യാപകമായി മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. KK രാമചന്ദ്രൻ MLA ഓഫീസ് പുതുക്കാട് CG ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ഓൾഡ് പബ്ലിക് കമ്പനി ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കുന്നു. പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 10-ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിക്കും. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്കുള്ള മെഡിക്കൽ കിറ്റ് വിതരണവും ആഗസ്റ്റ് 1-ന് നടത്തും. ഉച്ചതിരിഞ്ഞ് 3:30-ന് ചെമ്പുച്ചിറ വയോജന മന്ദിര ഹാളിൽ നടക്കുന്ന പരിപാടി പഞ്ചായത്ത് അംഗം PR ഷാജൻ ഉദ്ഘാടനം ചെയ്യും. KK ശിവരാമൻ അധ്യക്ഷത വഹിക്കും. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും. ഇനി കാണാം ഇൻഫോടോക്ക്. കുറഞ്ഞ കലോറിയും ധാരാളം നാരുകളുമുള്ളവയാണ് പുതിന. പുതിനയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. ശരീരത്തിന് ആവശ്യമുള്ള നിരവധി വൈറ്റമിനുകളും ധാതുക്കളും പുതിനയിലുണ്ട്. നിരവധി ദഹന പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമേകുന്നു. അസിഡിറ്റി അകറ്റാനും വായുകോപം മാറ്റാനും മഞ്ഞപ്പിത്തത്തിനും എല്ലാം പുതിന ഉപയോഗിക്കുന്നു. ചില ചർമ്മരോഗങ്ങൾ അകറ്റാനും വായ്നാറ്റം അകറ്റാനും പുതിന സഹായിക്കും. വിവിധ തരത്തിൽ പുതിന ഉപയോഗിക്കാം. ഫ്രഷ് ജ്യൂസായും ചട്നികളിൽ ചേർത്തും സോസാക്കിയും വിവിധ വിഭവങ്ങളിൽ ചേർത്തും പുതിന ഉപയോഗിക്കും. പുതിനയിലച്ചാറ് 2 ടേബിൾ സ്പൂൺ കുടിച്ചാൽ അസിഡിറ്റിയിൽ നിന്ന് ആശ്വാസം ലഭിക്കും. വായ്പുണ്ണകറ്റാൻ പുതിന സഹായിക്കും. പുതിനയിട്ട് തിളപ്പിച്ച വെള്ളം കവിൾ കൊള്ളുന്നത് വായ്പുണ്ണിന് ആശ്വാസമേകും. പുതിനയില ചതച്ച് പുരട്ടുന്നത് മുറിവുകൾ ഉണങ്ങാൻ സഹായിക്കും.
തേളുകുത്തിയാൽ വേദനയും അസ്വസ്ഥതയും മാറാൻ പുതിനയില ഉണക്കിപ്പൊടിച്ചത് പുരട്ടുന്നത് ഗുണം ചെയ്യും. പാരമ്പര്യ വൈദ്യത്തിൽ ഇത് പ്രയോഗിച്ചു വരുന്നു. കാഴ്ചയിൽ ചെറുതെങ്കിലും നിരവധി ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉള്ള ഒന്നാണ് പുതിന. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിൽ MSc ക്ലിനിക്കൽ സൈക്കോളജി ST, MSc കമ്പ്യൂട്ടർ സയൻസ് SC, ST, MQRC കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ CAP രജിസ്ട്രേഷനുള്ള വിദ്യാർത്ഥികൾ ആഗസ്റ്റ് 4 മുൻപായി കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ആദ്യ നമ്പർ 9497316534, അടുത്ത നമ്പർ 9495842845. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്ക് വെള്ളിയാഴ്ച രാവിലെ 11-ന് സ്കൂൾ ഓഫീസിൽ ഇൻ്റർവ്യൂ നടത്തും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ഹാജരാകേണ്ടതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048027250958. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,155 രൂപ, പവന് 1,05,240 രൂപ. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് പടമാട്ടുമേൽ അന്തോണി ഭാര്യ മേരി അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. ജോസ്, ജോയ്, ജെസ്സി എന്നിവർ മക്കളും ബീന, ഷൈനി, ജോണി എന്നിവർ മരുമക്കളുമാണ്. നന്ദിക്കര തച്ചംകുളം വീട്ടിൽ രാമകൃഷ്ണൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. കൗസല്യാണ് ഭാര്യ. രനി, രജി, ജിനി, ജിനേഷ് എന്നിവർ മക്കളും ശ്രീനി, വിനോദ്, ഹിബിൾ, പരേതനായ കുഞ്ഞുകുട്ടൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരന്തരപ്പള്ളി മണ്ണെടുപ്പിൽ ഹൈക്കോടതി വിലക്ക് തുടരും. പെർമിറ്റില്ലെങ്കിൽ മണ്ണെടുപ്പിന് അനുമതിയില്ലെന്ന് ഹൈക്കോടതി. NCTV ഇമ്പാക്ട്. പാലപ്പിള്ളി ചിമ്മിനി റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള അപകടകരമായ പൊന്തക്കാടുകൾ വെട്ടിനീക്കി തുടങ്ങി. മുപ്ലിയത്ത് റോഡിൽ അപകട ഭീഷണിയായി വലിയ ഗർത്തം, നടപടി വേണമെന്ന് യാത്രക്കാർ. കൊടകരയിൽ കാറിൽ 141 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ 2 പ്രതികൾക്ക് 15 വർഷം കഠിന തടവ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സംഗമവും S. ജാനകിയമ്മ അനുസ്മരണവും നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.